സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടും നീറും സൂര്യകിരീടം വീണുടഞ്ഞു തിരുവരങ്ങിൽ. മഹാപ്രതാപശാലിയായ സൂര്യൻ, സർവസന്നുതയും സവിതാവായ സൂര്യൻ, ലോക ചക്രവർത്തിയേക്കാളുപരി സകല ചരാചരങ്ങളുടെയും പ്രപഞ്ചത്തിൻ്റെയും നാഥനായ സൂര്യൻ്റെ കിരീടവും വീണുടയും. രാത്രിയുടെ മുന്നിൽ സൂര്യൻ്റെ കിരീടത്തിന് എന്ത് സ്ഥാനമാണുള്ളത്? ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കണം. നിറഞ്ഞ ഒരു സന്തോഷത്തോടെ, ഒരു ചെറിയ തലവേദനയോ നടുവേദനയോ കാലുവേദനയോ അങ്ങനെയുള്ള ഒരു പ്രയാസവും ഇല്ലാതെ സുന്ദരമായി ജീവിക്കാൻ കഴിയണം. ഒരു നിമിഷം പോലും പാഴായി പോകാതെ ജീവിക്കാൻ സാധിക്കണം. ഒരു നിമിഷം പോലും പാഴായി പോകാതെ ജീവിക്കാൻ കഴിയണമെന്നുള്ള വിചാരം വളരെ കുറച്ച് ആളുകൾക്കേ ഉള്ളൂ. വെറുതെ ഇരിക്കണം, വെറുതെ കിടക്കണം, കൂടുതൽ ഉറങ്ങണം, അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളുള്ള ധാരാളം ആളുകളുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തരായ മനുഷ്യരാണ് ഒരു നിമിഷം പോലും പാഴായി പോകരുത്. ജീവിതമെന്ന പൂക്കൂടയിൽ എത്ര കൂടുതൽ സുന്ദര പുഷ്പങ്ങൾ നിറയുമോ അത്രയും നിറയണം എന്ന വിചാരത്തോടെ ജീവിക്കുന്നത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ആവശ്യമില്ലാത്ത സംസാരത്തിന് പോവില്ല, ആവശ്യമില്ലാത്ത വിനോദങ്ങൾക്ക് പോവില്ല. എത്രയും തൻ്റെ കഴിവ് കൊണ്ട് തൻ്റെ ജീവിതത്തെ സുന്ദരമാക്കാൻ കഴിയും എന്ന് പരിശ്രമിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതമാണ് നമ്മൾ വാസ്തവത്തിൽ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നതും ലോകം വിലമതിക്കുന്നതും. സമയം കിട്ടുമ്പോഴെല്ലാം കൂട്ടുകാരോടൊപ്പം ആർത്തുല്ലസിക്കാനും ചുമ്മാ സംസാരിച്ച് അവരുടെ ഒരു ഇമ്പ്രഷൻ നേടാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകൾ, അങ്ങനെയാണ് കൂടുതൽ ആളുകളും. മറ്റുള്ളവരുടെ നല്ല ഫ്രണ്ട്സിലിരിക്കണം. അതൊന്നുമല്ലാതെ തന്നിലേക്ക്, തൻ്റെ ശക്തിയിലേക്ക്, തൻ്റെ കഴിവിലേക്ക് അത്തരമൊരു ജീവിതം നയിക്കാൻ കഴിയുന്ന ആളുകൾ വളരെ കുറവാണ്. തനിക്ക് ഏറ്റവും വലിയ കൂട്ടുകാരൻ താൻ തന്നെയാണ്. അത് അസാധാരണമായ ആത്മവിശ്വാസം ഉൾക്കരുത്തുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഉൾക്കരുത്തില്ലാത്തവരാണ് എപ്പോഴും മറ്റുള്ളവരുടെ ഓറയ്ക്കുള്ളിലായിരിക്കാനും മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാനും അതേപോലെ തനിച്ചിരിക്കാൻ അവർക്ക് ഭയമാണ്. അത് ആ ഒരു ഒറ്റപ്പെടലായിട്ടാണ് അവർ കാണുന്നത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉള്ളവർക്കാണ് അതിനെ ഊതിത്തെളിച്ച് അതിനെ പരമാവധി ഉപയോഗിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടാകുക. ഇപ്പം ഇവിടെ ഒരു ആരോഗ്യ പ്രയാസം വന്നാൽ തനിക്ക് തന്നെ അത് മാറ്റിയെടുക്കാൻ കഴിയും. ആ തിരിച്ചറിവ്, തന്നെക്കുറിച്ചുള്ള ആത്മവിശ്വാസം, കൃത്യമായ ധാരണ ഉള്ള മനുഷ്യർ വളരെ വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഒരു ഉൾക്കരുത്തുള്ള മനുഷ്യരാണ് പ്രധാനമായിട്ട് ഈ പ്രകൃതി ജീവനത്തിലേക്ക് വരുന്നത്. അവർക്ക് പ്രകൃതി ജീവനമാണ്. ആ ഉൾക്കരുത്തില്ലാതെ ആരോഗ്യത്തിന് തകർച്ച താൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് അത് തിരുത്താൻ നിൽക്കാതെ മറ്റാരെങ്കിലും ഇതങ്ങ് ഏറ്റെടുത്ത് ശരിയാക്കി തരും എന്ന് കരുതി അപ്പോഴും മറ്റുള്ളവരുടെ കെണിയിലേക്ക്, അവരുടെ താല്പര്യങ്ങളിലേക്ക് ഒഴുകിക്കൊടുക്കുന്നതാണ് നല്ലൊരു ശതമാനം ആളുകളുടെ ഈ ഒരു സ്വഭാവം. ജീവിത രീതി അങ്ങനെയാണ്. നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് തന്നെ പറയാൻ അവർക്ക് യാതൊരു മടിയില്ല. ഒഴുക്കിനെതിരെ നീന്തുന്നവർ, പ്രത്യേകിച്ച് പ്രകൃതി രീതികളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ടിരിക്കുന്നവരും വിഡ്ഢികളും ജീവിക്കാൻ അറിയാത്തവരും ഒക്കെയാണ്.
അതുതന്നെയാണ് തൻ്റെ ഉള്ളിലേക്ക് നോക്കുകയും തൻ്റെ കഴിവിനെ കഴിയുന്നത്ര ഒരു നിമിഷം പോലും കളയാതെ വളർത്തി നന്നാക്കണമെന്ന് ആഗ്രഹിച്ച് വ്യത്യസ്തമായ ജീവിതം നയിക്കുന്നവരെ കുറിച്ചും ആളുകൾക്കുള്ള അഭിപ്രായം. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതം എന്നുള്ള വിശാലമായ ഒരു ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കാര്യമാണ്. പലരും മനസ്സിലാക്കാത്തൊരു കാര്യം, നമ്മൾ കരുതുന്നത് പോലെ നീണ്ടതല്ല നമ്മുടെ ജീവിതം. അടുത്ത നിമിഷം സത്യമല്ല, ഇന്നലത്തെ നിമിഷവും കഴിഞ്ഞ നിമിഷവും സത്യമല്ല. 100 കൊല്ലം 100 വയസ്സുവരെ ഒരാൾ ജീവിച്ചു എന്ന് വെക്കുക, നമ്മളതിനെ വലിയ നീണ്ട ജീവിതം എന്ന് പറയും. ഈ 100 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചാൽ ഒരാൾ എത്ര ദിവസം ജീവിക്കുന്നുണ്ട്? വെറും 36,500 ദിവസമാണ് 100 കൊല്ലം ജീവിച്ചാൽ കിട്ടുക. അത്രയ്ക്ക് അഹങ്കാരമുള്ള ആരുണ്ട് ഇന്നത്തെ കാലത്ത്? 70-75 മലയാളിയുടെ ശരാശരി. ഈ 36,500 നിന്ന് 25 കൊല്ലം മാറിക്കഴിഞ്ഞാൽ ഒരു 27,000 10,000 താഴെ ദിവസമുണ്ട്. ആദ്യത്തെ 5 വയസ്സ് വിവരമില്ലാത്ത, ഒന്നിനുമില്ലാത്ത ശൈശവ കൗമാരം പോലും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്ത ജീവിതം പഠിക്കുന്ന ആളുകളാണ്. അവയും കൂടെ കുറയ്ക്കേണ്ടതാണ്. ഇനി എല്ലാം കൂടെ കൂട്ടിക്കിഴിച്ച് നോക്കിയാൽ ഒരു 30,000 ദിവസമാണ് നമുക്ക് ജീവിക്കാനുള്ളതെങ്കിൽ അതിൻ്റെ പകുതി ഉറങ്ങിയും പല്ല് തേച്ച് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് ഒക്കെ നമ്മൾ കളയുന്നുണ്ട്. ആ ഒരു കാലം കൂടെ അതിൽ നിന്ന് മാറ്റി എത്രയുണ്ട് ബാക്കിയെന്ന് നോക്കിയാൽ പിന്നെ നമുക്ക് മനുഷ്യനെന്ന രീതിയിൽ മനുഷ്യൻ്റെ മഹത്വത്തിന് ചേർന്ന കർമ്മങ്ങളുമായി ജീവിക്കാൻ കിട്ടുന്നത് 10,000-ഓളം ദിവസം മാത്രമാണ്. അതിൽ നമ്മൾ ജോലിക്ക് പോകണം, ബസ് കയറണം, യാത്ര ചെയ്യണം, തിരിച്ചു വരണം, ഇതെല്ലാം തട്ടിക്കിഴിക്കേണ്ടതുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള വലിയ ഒരു നീണ്ട ജീവിതം ഒന്നും വാസ്തവത്തിൽ നമുക്ക് കിട്ടുന്നില്ല. ഇതിനിടയിലാണ് നമ്മൾ രോഗികളാകുന്നതും രോഗവും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടതും ഡോക്ടറുടെ മുമ്പിൽ കാത്തിരിക്കേണ്ടതും ആശുപത്രി ബെഡിൽ കയറി കിടക്കേണ്ടതും ICUവിൽ കിടക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ വിലയേറിയ സമയം ഈ ഒരു കാര്യത്തിന് വേണ്ടി പാഴാക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നാം ഓരോരുത്തരും ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യം. ഞാൻ 45 കൊല്ലമായി 46 കൊല്ലമായി ആ ഒരു കാര്യത്തിന് എൻ്റെ സമയം കളഞ്ഞിട്ടില്ല. 10 കൊല്ലമൊക്കെ കൂടുമ്പോൾ ഒരു പനി കിട്ടാറുണ്ടെങ്കിൽ 3 ദിവസമോ 4 ദിവസമോ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ. ഈ 46 ദിവസത്തിനുള്ളിൽ എനിക്ക് ഒരിക്കൽ 2-3 പ്രാവശ്യമാണ് അങ്ങനെ മാറി വിശ്രമിച്ച് എന്നുള്ളൊരവസ്ഥ വന്നിട്ടുള്ളൂ. അതേപോലെ അല്പം കൂടെ ഞാൻ ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ അതും വേണ്ടി വരില്ലായിരുന്നു എന്നെനിക്കറിയാം. എന്നാലും ഒരു 5-10 കൊല്ലം കൂടുമ്പോൾ ഒരു പനി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. ആ പനിയെ നമ്മൾ ആഘോഷിക്കുകയാണ് ചെയ്യുക. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, കുറച്ചുകൂടെ ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ എന്നെനിക്കറിയാം. അപ്പോൾ ഏതെല്ലാം മേഖലകളിലെ കർമ്മങ്ങളെയാണ്, സമയം പാഴാക്കലുകളെയാണ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുക, ആ സമയം കൂടെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കുക. അപ്പോൾ അതിൽ പല ചോദ്യവും വരും. കർമ്മം തന്നെ വേണ്ടാതെന്ന് വെച്ച് കർമ്മനിഗ്രഹം വരുത്തി, ആഗ്രഹനിഗ്രഹം വരുത്തി, ഇഹലോക വൈരാഗ്യത്തോടെ ഒരു ഗുഹയ്ക്കുള്ളിൽ കയറിയിരുന്ന് തപസ് ചെയ്ത് അതിലാനന്ദം കണ്ടുപിടിക്കാം. ആനന്ദം തന്നെയാണ്. പരമമായ ഒരു ആനന്ദത്തിൽ ലയിച്ചിരിക്കാം, നിർവ്വാണമടഞ്ഞിരിക്കാം. അങ്ങനെ തുടങ്ങിയിട്ട് നിരവധി ആശയ പ്രത്യേകതകൾ, ആശയവാദങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടെങ്കിലും നമുക്ക് സ്വീകാര്യമാകുന്ന, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന
നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മഹത്വപൂർണമായ യാത്രയിൽ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എത്രത്തോളം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാം, നാളെയും മനുഷ്യവംശം ഓർത്തിരിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ധന്യമാക്കാം, ആ ഒരു കാര്യങ്ങളിലേക്കാണ് ചിന്തകൾ കൂടുതലായിട്ട് പോകുക. പക്ഷേ നല്ലൊരു ശതമാനം ആളുകളും ഈ കുടുംബം എന്നതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തടവിൽ കിടക്കുന്നവരാണ്, കിണറ്റിൽ കിടക്കുന്ന പോലെയാണ്. എല്ലാവരുടെയും വിചാരം ഞാൻ എൻ്റെ കുടുംബത്തെ അന്തസ്സായിട്ട് നോക്കി കുടുംബത്തെ ഭയങ്കരമായിട്ട് കൊണ്ടുപോകുന്നു. അത് മൃഗങ്ങളും ചെയ്യാറുണ്ട്. സ്വന്തം കുടുംബത്തെ നോക്കുക, കുഞ്ഞുങ്ങളെ നോക്കുക, ഒരുപക്ഷെ കുയിൽ ഒഴിച്ച് മറ്റെല്ലാ ജീവികളും സ്വന്തം കുടുംബത്തെ, സ്വന്തം മക്കളെ താലോലിച്ചു വളർത്താറുണ്ട്. ഒരു കോഴി കുഞ്ഞുങ്ങളുമായി നടക്കുമ്പോൾ കാക്ക വന്നെടുത്താൽ, പരുന്ത് വന്നാൽ അതിൻ്റെ ഭാവമെല്ലാം മാറി രൗദ്രഭാവം വന്ന് ചിറകെല്ലാം ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് അതിൻ്റെ നേരെയുള്ളൊരു പാച്ചിലുണ്ട്. എല്ലാ ജീവികളും അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ, വളർത്താൻ, എര തേടിക്കൊണ്ട് വന്ന് കൊടുക്കാൻ. നമ്മൾ കാട്ടുതീയിലകപ്പെട്ട കുടുംബത്തെക്കുറിച്ച്, പക്ഷിക്കുടുംബത്തെക്കുറിച്ചൊക്കെ കവിത വായിച്ച് മനം നൊന്നിട്ടുള്ളവരും കരഞ്ഞിട്ടുള്ളവരും ഒക്കെ ആയിരിക്കും. ആ പക്ഷികളെ, ആ കുഞ്ഞ് തീയിൽപ്പെട്ട് മരിക്കുമ്പോൾ അമ്മയുടെ ദുഃഖം, അത് നമ്മുടെ ദുഃഖമായിട്ട് മാറത്തെടുക്കാത്ത ആരും തന്നെ മലയാളിയിലുണ്ടെന്ന് തോന്നുന്നില്ല, ലോകത്താരും ഉണ്ടാവില്ല. അപ്പോൾ മനുഷ്യനെന്നുള്ള മഹത്വത്തിൽ ഞാൻ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്, മറ്റുള്ളവരുടെ അഭിനന്ദനത്തിന് ഇടയാകുന്നൊരു കാര്യമാണ്. അപ്പോൾ ആർക്കാണ് നിങ്ങൾ ഭക്ഷണം കൊടുത്തത്? വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്തല്ലോ, അതെനിക്ക് തന്നെയാണ്. അവിടെ അഭിനന്ദിച്ചവരെല്ലാം ഒന്ന് പുറകോട്ട് നിൽക്കും. അതിലെന്താ ഇത്ര കാര്യമുള്ളേ? അയാൾക്ക് വരുന്ന അയാളെടുത്ത് തിന്നു. ഇതിലെന്താ മഹത്വമുള്ളേ? ഞാൻ വിശക്കുന്ന ഒരു കുടുംബത്തിന് ഭക്ഷണം കൊടുത്തു, കൈയടിച്ചു, നല്ല കാര്യമാണ്. ഏത് കുടുംബത്തിനാണോ എന്ന് അപ്പോൾ ഒരാൾ ചോദിച്ചു. അത് എൻ്റെ കുടുംബത്തിന് തന്നെയാണ് എന്ന് മറുപടി പറഞ്ഞു. കൈയടിച്ചവർ ഇളിഭ്യരായി. അതിലെന്ത് കാര്യം? അതിലെന്ത് മഹത്വം? ഞാൻ എൻ്റേതല്ലാത്ത, എനിക്ക് വേണ്ടപ്പെട്ടതല്ലാത്ത മറ്റൊരു കുടുംബത്തിന് ആഹാരം കൊടുത്തു എന്ന് പറയുന്നിടത്തും, അവർക്കൊരു വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്നിടത്തും തീർച്ചയായും അഭിമാനിക്കാവുന്ന രീതിയിൽ, ആത്മസംതൃപ്തി നുകരാൻ കഴിയുന്ന രീതിയിൽ, സന്തോഷിക്കാവുന്ന രീതിയിൽ ചിലതുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അത്തരത്തിലുള്ള അനുഭവങ്ങളെ എത്ര കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കുമോ, എത്ര കൂടുതലായി അതിലൂടെ വ്യാപരിക്കാൻ സാധിക്കുമോ, അതേസമയം തൻ്റെ ആരോഗ്യവും തൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യവും സുസ്ഥിതിയും അത് വേണ്ട എന്ന് വെച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ആരും അംഗീകരിക്കുന്നുമില്ല. അത് നിൻ്റെ ജന്മ ചുമതലയാണ്, കർമ്മമാണ്, കടമയാണ്, ഉത്തരവാദിത്തമാണ്. അതിനപ്പുറത്തേക്ക് എത്ര വളരാൻ, എത്ര പടരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളിടത്താണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുകയാണ്, തൻ്റെ ജീവിതത്തെ വിലയിരുത്തുകയാണ്. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് കടന്നു പോകാനായിട്ട് കഴിയുന്ന ഒരു ജീവിതം, അത്തരമൊരു ജന്മം, ആ ജന്മം കൊതിക്കാത്തവരാണുള്ളത്. എനിക്കൊരു മനുഷ്യനെന്ന നിലയ്ക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയുമായിരുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് കൂടെ കടക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആത്മസംതൃപ്തിയോടെ ആർക്ക് കടന്നു പോകാൻ സാധിക്കും? ഞാൻ പെട്ടെന്നൊരു പാട്ട് ഓർക്കുകയാണ്. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടും, നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. മഹാപ്രതാപശാലിയായ സൂര്യൻ
സർവസന്നുതയും സവിതാവായ സൂര്യൻ, ലോക ചക്രവർത്തിയേക്കാൾ ഉപരി സകല ചരാചരങ്ങളുടെയും പ്രപഞ്ചത്തിൻ്റെയും നാഥനായ സൂര്യൻ്റെ കിരീടവും വീണുടയും. രാത്രിയുടെ മുന്നിൽ സൂര്യൻ്റെ കിരീടത്തിന് എന്ത് സ്ഥാനമാണുള്ളത്? പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാളുന്നു. പടുതിരിയാളുന്നത് എണ്ണ വറ്റുമ്പോഴാണ്. അപ്പം പടുതിരിയാളുകയാണ് പ്രാണൻ, മരിക്കാൻ പോവുകയാണ്. നെഞ്ചിലേ പിരിശങ്കിലേ തീർത്ഥമെല്ലാം വാർന്നു പോയി, നാമജപാമൃത മന്ത്രം ചുണ്ടിൽ ക്ലാവ് പിടിക്കും സന്ധ്യാനേരം. ഇവിടെ കവിയുടെ മനോഹരമായൊരു ഭാവനയാണ് നെഞ്ചിലെ പിരിശങ്ക്. ഹൃദയം ഒരു ശംഖ്, എത്രയോ ചേരുന്നൊരു ചേർച്ചയാണത്. അതിലെ തീർത്ഥമെല്ലാം വാർന്നു പോയി. നാമജപാമൃതം, ഈ ഹൃദയത്തിലെ ചോരയെല്ലാം വാർന്ന് മരണമെത്തുന്ന നേരത്ത് നാമജപാമൃത മന്ത്രം ചുണ്ടിൽ ക്ലാവു പിടിക്കും സന്ധ്യ. അപ്പോഴാണ് നാമം ചെല്ലാൻ തോന്നിയത്. മരണം വാതിൽക്കൽ ഒരു നാൾ മഞ്ചലുമായി വന്നു. അപ്പോഴാണ് നാമം ജപിക്കാൻ തോന്നിയത്. പക്ഷെ ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. എന്താ ക്ലാവ് പിടിച്ച്? ഉപയോഗിക്കാതെ ധിക്കാര ജീവിതം, കാശിൻ്റെ അഹങ്കാരം. എനിക്ക് ആളുമുണ്ട്, അർത്ഥമുണ്ട്, ഞാൻ അങ്ങനെ കേമനാണ്, ഞാൻ അങ്ങനെ ചെയ്യും. ഈ ഒരു അഹങ്കാര ജീവിതം നയിച്ച് അവസാനം മരണം വരുമ്പോൾ വെളിച്ചം കീറിയിട്ട്, മരണമെത്തിയ നേരത്ത് തിരിച്ചറിവുണ്ടായിട്ട് നാമം ജപിക്കാൻ നോക്കിയപ്പോൾ ചുണ്ടുകളെല്ലാം ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. ക്ലാവ് പിടിക്കും സന്ധ്യാനേരം. സന്ധ്യയാണ്. സൂര്യൻ്റെ പ്രതാപമെല്ലാം തീർന്നു, കിരീടമെല്ലാം വീണുടഞ്ഞ് അന്ത്യരംഗങ്ങളാണ്, അന്ത്യനിമിഷങ്ങളാണ്. അഗ്നിയായി കരൾ നീറവേ മോക്ഷമാർഗം നീട്ടുമോ, ഇഹ പരശാപം തീരാനമ്മേ, ഇനിയൊരു ജന്മം വീണ്ടും തരുമോ. അഗ്നിയായി കരൾ നീറുകയാണ്, കത്തുകയാണ്, കത്തി തീരാൻ പോവുകയാണ്, മരണമെത്തി മരിക്കുകയാണ്. അഗ്നിയായി കരൾ നീറവേ മോക്ഷമാർഗം, എനിക്ക് രക്ഷയ്ക്കുള്ള വഴി കാണിക്കുമോ, എന്നെ രക്ഷിക്കുമോ. എത്ര പേരാണ് ധിക്കാരപൂർവ്വം കള്ളുകുടിച്ച് കരൾ പോയി ലിവർ സിറോസിസായിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക എന്ന് ചോദിച്ചിട്ട് അതുവരെ അഹങ്കാരമാണ്. ഞാൻ എൻ്റെ കാശ് കൊണ്ടാണ് കുടിക്കുന്നത്, ഞാൻ അങ്ങനെയാണ്, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അവസാനം ലിവർ സിറോസ് പിടിച്ച് വയറെല്ലാം വന്ന് നീര് കെട്ടി വീർത്ത് ശ്വാസം എടുക്കാൻ പോലും കഴിയാത്തൊരു ഘട്ടത്തിൽ ഇഹ പരശാപം തീരാനമ്മേ, ഇനിയൊരു ജന്മം വീണ്ടും, ഒരു ജന്മം കൂടി എനിക്ക് തരുമോ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, അല്ലെങ്കിൽ ഞാൻ വെറുതെ കളഞ്ഞ എൻ്റെ ജന്മത്തെ സഫലമാക്കാൻ ഒരു ജന്മം കൂടി തരുമോ, എൻ്റെ തെറ്റുകൾ തിരുത്താൻ, അതിന് പശ്ചാത്താപം നൽകാൻ ഒരു ജന്മം കൂടി തരുമോ എന്ന് ചോദിച്ച് കരയുന്ന കവിയെയാണ് നമ്മളിവിടെ കാണുന്നത്.